ഇതുവരെയും മലയാളികള് ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് കഫീലിന്റെ കീഴിലാണ്, ശരിയല്ലേ? അവിടെ നിന്ന് നമ്മൾ മിസ്സയുടെ അണ്ടറിലേക്ക് മാറി സ്വന്തമായി ലൈസൻസ് ആയി കുറച്ചുകൂടി കംഫർട്ടായി എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ നേരിടാൻ പോകുന്ന കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി പുതിയ പുതിയ ബിസിനസ്സുകാർ പുറത്തുനിന്ന് വരും. UAE നിന്നും ഖത്തറിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ബിസിനസ്സുകാർ വരികയും നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളെ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു ഡാറ്റ ഡ്രിവൺ ബിസിനസ്സിലേക്ക് നമ്മൾ മാറേണ്ട സമയമായി. അപ്പോ അതുപോലെയുള്ള ഡാറ്റകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന എവിടെ നിന്നാണെന്നറിയോ? സൗദിയുടെ ബഡ്ജറ്റിൽ നിന്നാണ്. ഓരോ രാജ്യത്തിന്റെയും ബഡ്ജറ്റിൽ നിന്നാണ്. ആ സൗദി ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും, കാരണം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്കണോമിയെ കുറിച്ചും ഇവിടുത്തെ വരാൻ പോകുന്ന പ്രൊജക്ടുകളെ കുറിച്ചും ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചും ഒക്കെ നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങളെ ഇവിടെയുള്ള സൗദി ബിസിനസ്സുകാരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആഴ്ചകളോളം ചർച്ചയും ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ മലയാളികൾക്കിടയിൽ അതിനെ ഒന്ന് ബോധവൽക്കരിക്കാനും അതിനെ എങ്ങനെയാന്ന് നോക്കിയത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കണക്കുകൾ, ഇൻഫ്ലേഷൻ എന്താണെന്ന് മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിയെ അവസരമാക്കിക്കൊണ്ട് നമ്മുടെ ബിസിനസിനെ എങ്ങനെ മാറ്റാം എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് കോൺക്ലേവ്. മീഡിയ വണ്ണുമായിട്ട് ചേർന്ന് ബിഗ് കോൺക്ലേവ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ ഇവിടുത്തെ ബിസിനസ്സുകാരെ സഹായിക്കാനാണ്. തീർച്ചയായും റമാദയില് നമ്മൾ 10-ാം തീയതി 6:30 നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വരിക, പങ്കെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഇൻഷാ അല്ലാഹ്.